അങ്ങനെ നമുക്കും കിട്ടി മോനെ ഒരെണ്ണം. നമ്മുടെ നാട്ടിലിപ്പോൾ കിട്ടാക്കനെ ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ ഈ മുതൽ. അങ്ങനെ ഒരെണ്ണം ഒത്തു കിട്ടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും ട്രൈ ചെയ്യാമെന്ന് ഓർത്തു നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺ മസ്കയും ഇറാനി ചായയും. ഇത്രയും വൈകിയൊരവസരത്തിൽ ഒരു റെസിപ്പി ഷെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്നാലും ഞാൻ പറയാം. അപ്പം എങ്ങനെയാണ്, തുടങ്ങല്ലേ? ആദ്യം ഒരു ബൗളിൽ കുറച്ച് ബട്ടർ, കണ്ടൻസ്ഡ് മിൽക്ക്, വാനില എസൻസ് എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു തിക്ക് ക്രീമി കൺസിസ്റ്റൻസി ആണ് കേട്ടോ അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്, പക്ഷേ നമ്മൾ തളരൂല. ഇനി ഒരു പാൻ എടുത്ത് അതിൽ ബട്ടർ ഒഴിച്ച് നമ്മുടെ ബന്നൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഓപ്ഷണലാണ്, പക്ഷേ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോൾ എന്താ ബാക്കി? ബണ്ണ് രണ്ടായിട്ടങ്ങ് മുറിക്കുക, നമ്മുടെ ബാറ്റർ അങ്ങ് തേക്കുക. കഴിക്കാൻ വരട്ടെ, നമ്മുടെ ഇറാനി ചായ ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ മസ്ക ബൺ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇറാനി ചായ ഉണ്ടാക്കിയാലോ? ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള തേയിലപ്പൊടിയും ഫ്ലേവറിനായിട്ടൊരു ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി വേറൊരു പാത്രത്തിൽ പാലൊഴിച്ച് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, നമ്മുടെ നോർമൽ ചായ തന്നെ, പക്ഷേ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും ഏലക്കാപ്പൊടിയാണ് ഇതിൽ മെയിൻ. ഇനി ഇറ്റ്സ് ഓൾ അബൌട്ട് മിക്സിങ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേയില വെള്ളത്തിലോട്ട് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത പാലങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ, അങ്ങോട്ട് മുക്കുക, കഴിക്കുക, ഇത്ര തന്നെ. ചായയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്, പക്ഷേ എനിക്ക് പേഴ്സണലി അല്ലാതെ ഉള്ളതും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കി നോക്കാം, ബാക്കിയുള്ളവരോട് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.